നമുക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 12-ാം വാക്യം ശബ്ദമുയർത്തി ഒരാൾക്ക് വായിക്കാം. അതിൻ്റെ 11-ന്റെ 11 നോക്കി. മതി. ആമേൻ. സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായം നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഭക്തന്മാരുടെ അടിയുറച്ച വിശ്വാസത്തെ അവിടെ നീണ്ട നിരയായി നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ. എന്നാൽ ഇന്ന് പകൽ സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് തിരുവചനത്തിലൂടെ ആമേൻ ഇടപെടുന്ന ആമേൻ വ്യക്തമായ ഒരു സ്തോത്രം ഹെഡ്ലൈൻ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ശക്തി. ആമേൻ. വിശ്വാസത്തിൻ്റെ ശക്തി എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതാണ്. ആ എബ്രായ ലേഖനത്തിൽ തന്നെ നമുക്കിങ്ങനെ ഒരു വാക്യം കാണാൻ കഴിയുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യങ്ങളുടെ മനോനിർണയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആമേൻ. അത് നമ്മൾ ഏത് വിഷയത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ, ഏതൊരു വിഷയത്തിനു വേണ്ടി നമ്മൾ പ്രത്യാശിക്കുന്നുവോ, ആമേൻ സ്തോത്രം, അത് പ്രത്യക്ഷമായി നമ്മുടെ കൈവശത്ത് വരുന്നതിന് മുമ്പ് ആമേൻ ആ വിശ്വാസം അതിനെ നമ്മുടെ കൈക്കലാക്കി കൈവശപ്പെടുത്തി എന്ന് അനുഗമിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ന് പകൽ ആമേൻ സ്തോത്രം, വിശ്വാസത്തിൽ തണുത്ത് ആമേൻ ഹൃദയം ഇതിനകത്ത് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയങ്ങൾക്കകത്ത് വിശ്വാസം പോയിട്ടുണ്ടെങ്കിൽ ആമേൻ ദൈവത്തിന് ആത്മാവ് പറയുന്നു, നിനക്ക് ആമേൻ അത് കൈപ്പക്കൽ ലഭിച്ചില്ലെങ്കിലും ആമേൻ സ്തോത്രം അത് ദൂരമെയാണ് ഇരിക്കുന്നതെങ്കിലും പറഞ്ഞു, ഭക്തന്മാർ അനുഗമിച്ചതുപോലെ ആമേൻ ഭക്തന്മാർ ആശിച്ചതുപോലെ ഭക്തന്മാർ മുറുകെ പിടിച്ചതുപോലെ ആമേൻ സ്തോത്രം ഒരു പ്രത്യാശയകത്ത് ഇന്ന് പകൽ വർദ്ധിക്കട്ടെ. അതിനെക്കുറിച്ചുള്ള ആശ അറ്റുപോകാതെ, പ്രത്യാശ അറ്റുപോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രത്യക്ഷമായി നമ്മുടെ കൈവശ ആമേൻ വരുന്നതിന് മുന്നമേയുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നാം കയറുവാൻ ആമേൻ നാം ഒരുക്കപ്പെടുന്നുവെങ്കിൽ സ്വർഗം നിശ്ചയമാണ്. നമ്മുടെ വിശ്വാസത്തെ കണ്ടില്ലെന്ന് നടിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. നമ്മുടെ വിശ്വാസം ആമേൻ ഓരോ ദിനവും ഓരോ നിമിഷവും എന്താ വർദ്ധിക്കേണ്ട ഒന്നാ, കുറയേണ്ട ഒന്നല്ല, വർദ്ധിക്കേണ്ട ഒന്ന്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസം വർദ്ധിക്കുകയല്ല, കുറഞ്ഞു വരികയല്ലേ. സ്തോത്രം, കുറഞ്ഞു വരികയാണ്. പക്ഷേ ഈ വിശ്വാസം വർദ്ധിക്കാൻ, വിശ്വാസ ജീവിതത്തിനകത്ത് ഉറച്ചു നിൽക്കാൻ, ഈ നമുക്ക് വിശ്വാസവീരനായ അബ്രഹാമിൻ്റെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വ്യക്തമായി നമുക്ക് അവിടെ പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ആമേൻ സ്തോത്രം, ദൈവം അബ്രഹാമിന് കൊടുത്ത ആമേൻ സ്തോത്രം ഓരോ വാഗ്ദത്തത്തിന്മേലും അബ്രഹാമിന് എന്തുണ്ട്? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഉറപ്പ്, ധൈര്യം, വിശ്വാസം അതിനകത്തുണ്ട്. അപ്പം അബ്രഹാം ദൈവത്തെ അനുസരിച്ച്, ആ അനുസരണത്തോടു കൂടി ദൈവത്തെ വിശ്വസിക്കുന്നതിന് അബ്രഹാം ചില കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? ക്രമീകരിച്ചിരുന്നു. അത് ഒന്ന് വേർപാടാണ്. സ്തോത്രം, വേർപാടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം നിലനിൽക്കേണ്ടതിന്, വിശ്വാസം പിടിച്ചു നിർത്തേണ്ടതിന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്ത് വേണം? വേർപാട് അത്യന്താപേക്ഷിതമാണ്. ഒരു വേർപാട്. ഈ വേർപാടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞാൽ എന്താ? ചിലതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിലതിനെ ത്യജിക്കാൻ തയ്യാറാകണം, ചിലതിനെ വേണ്ടെന്ന് വെക്കണം. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിശ്വാസവും മുറുകെ പിടിക്കണം, എല്ലാത്തിനെയും വിട്ടുകളയാനും പറ്റുകയില്ല. പക്ഷെ വിശ്വാസവീരനായ അബ്രഹാമിനെ ഒന്ന് നോക്കിക്കോണം. സ്തോത്രം, തൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ താൻ എന്ത് ചെയ്തെന്നറിയാവോ? താൻ കുറെ കാര്യങ്ങൾ ഉപേക്ഷിച്ചു, ചില കാര്യങ്ങൾ താൻ എന്ത് ചെയ്തു? മാറ്റിവെച്ചു. അതാ വ്യക്തമായ ആ ലേഖനങ്ങളിൽ കാണാൻ കഴിയുന്നു. താൻ ഒന്ന് ചെയ്തത് ചാർച്ചക്കാരെ എന്ത് ചെയ്തു? വിട്ടു. ചാർച്ചക്കാരെ വിട്ടു.
2 പിതൃഭവനത്തെ എന്ത് ചെയ്തു? ആ കർത്താവ് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തേ. എന്താ? നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന സ്തോത്രം. അപ്പൊ 1 ചാർച്ചക്കാരെ വിട്ടു, 2 പിതൃഭവനത്തെ വിട്ടു. അടുത്തത് നോക്കിക്കോണം, ജനിച്ച സ്ഥലം വിട്ട് ദൈവം കാണിക്കാനിരുന്ന ദേശത്തേക്ക് താൻ യാത്ര ചെയ്തു. ആമേൻ. ദൈവമക്കളെ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിന് കോട്ടം വരുത്തുന്ന ചാർച്ചക്കാരുമായിട്ട് നമുക്ക് ബന്ധം വേണ്ട. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ആമേൻ, സ്തോത്രം. ആമേൻ. നമ്മുടെ വിശ്വാസ ജീവിതത്തെ, ദൈവത്തെ അനുസരിക്കാൻ കഴിയാതെയുള്ള ജീവിതത്തെ, ആമേൻ, സ്തോത്രം, തകർത്തു കളയുന്ന പിതൃഭവനം എന്തുണ്ടോ എന്ത് ചെയ്തോണം? ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തോണം. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ, സ്തോത്രം. ദൈവത്തെക്കാൾ വലുതല്ല ചാർച്ചക്കാര്, ദൈവത്തെക്കാൾ വലുതല്ല ദൈവം പറഞ്ഞതായ ദൈവത്തെക്കാൾ വലുതല്ല ആമേൻ, സ്തോത്രം, ഈ ഭൂമിയിലുള്ള ബന്ധങ്ങൾ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. കോണ്ടാക്റ്റുകൾ, കണക്ഷനുകൾ. ആമേൻ, സ്തോത്രം. ദൈവം നൽകി തന്നിരിക്കുന്ന വാഗ്ദത്തത്തെക്കാൾ ആമേൻ വലുതായി അബ്രഹാം എന്ത് ചെയ്തില്ല? സ്വന്തം ദേശത്തെ കണ്ടില്ല. ഇന്ന് പകൽ പാർക്കുന്ന ഭവനമോ ദേശത്ത് വസിക്കുന്ന ദേശമോ ഏതുമായിക്കൊള്ളട്ടെ, ആമേൻ, നിന്റെ ചാർച്ചക്കാരായിക്കൊള്ളട്ടെ, ആമേൻ, സ്തോത്രം, ആരുമായിക്കൊള്ളട്ടെ, രക്തബന്ധമായിക്കൊള്ളട്ടെ, കർത്താവുമായുള്ള ബന്ധത്തെ ഭേദിച്ചു കളയുന്ന, ആമേൻ, വിശ്വാസ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന യാതൊരുവിധ ബന്ധത്തെയും ഇവിടെ ഊട്ടിപ്പുറപ്പിക്കുവാൻ സ്വർഗം ഇവിടെ ആഹ്വാനം ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്തു? ദൈവം പറഞ്ഞു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകാൻ പറഞ്ഞപ്പോൾ കൂടും കുടുക്കയും എടുത്ത് ആമേൻ, സ്തോത്രം, സകലതും വിട്ടെറിഞ്ഞ അബ്രഹാമിനെ ഇന്ന് പകൽ നാം മാതൃകയാക്കേണ്ടതുണ്ട്. ഇന്ന് ആമേൻ ഈ വചനത്തെ ഉൾക്കൊള്ളുവാൻ മനസ്സുള്ള, സ്വീകരിക്കുവാൻ മനസ്സുള്ള ദൈവമക്കൾ, കർത്താവേ, എനിക്ക് അങ്ങനെയുള്ള ഒരു മനോഭാവം ഈ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് നൽകി തരണമെന്ന് ദൈവത്തോട് എത്ര പേർക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കുവാൻ കഴിയും? പ്രാർത്ഥിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. എന്റെ വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയുന്ന എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിനകത്ത് ദൈവം തരും, ദൈവം കരുതും, ദൈവം ഒരുക്കും എന്നുള്ള വിശ്വാസത്തെ പിതൃഭവനത്തിൽ നിന്നോ ചാർച്ചക്കാരിൽ നിന്നോ സ്വന്തം ദേശത്തിൽ നിന്നോ കുത്തുവാക്ക് കേൾക്കുമ്പോഴോ പരിഹാസം കേൾക്കുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യും? ഡെസ്പാവും, നമ്മൾ എന്ത് ചെയ്യും? ഡൗൺ ആവും. സ്തോത്രം. ഇത് അബ്രഹാം തന്റെ വെളിപ്പാട് കൊണ്ട് കണ്ടോണ്ടാ സകലം വിട്ടെറിഞ്ഞു പോയെ. മനസ്സിലായോ? ഒരു വേർപാട്, ഒരു സപ്പറേഷൻ ആമേൻ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് ഉണ്ടെങ്കിൽ ആൻറ്റി നമ്മൾ രക്ഷപ്പെടും. ആമേൻ, സ്തോത്രം. പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് തിരുവചനത്തിലൂടെ പറയുന്നു, ഒരു സപ്പറേഷൻ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അബ്രഹാം ആമേൻ മാറി നിന്നതുപോലെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ വാഗ്ദത്തത്തെ കെടുത്തി കളയുന്നതിനെ ഒന്നിനെയും നാം താലോലിക്കാൻ പാടില്ല, നാം മുറുകെ പിടിക്കാൻ പാടില്ല. ഇന്ന് പകൽ ഒരു ഉറച്ച തീരുമാനത്തോടെ സഭ വിട്ട് പുറത്തു പോകണം. ആമേൻ, സ്തോത്രം. ഒന്നിനെയും താലോലിക്കാത്ത, ഒന്നിനെ മുറുകെ പിടിക്കാത്ത, ഒന്നിനെയും ഓമനിക്കാത്ത വിശ്വാസത്തെ മുറുകെ പിടിച്ച്, നായകനായ കർത്താവിനെ മുറുകെ പിടിച്ച് എന്റെ ആത്മീക ജീവിതത്തെ നയിപ്പാനുള്ള കൃപ എനിക്ക് വേണമെന്ന് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുവാൻ ഒരുക്കമുള്ളവരായി തീരണം. ഓ, വി പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അടുത്തത് നമുക്ക് അബ്രഹാമിൽ നിന്ന് ആമേൻ നമുക്ക് പഠിക്കാം. ദൈവം വാഗ്ദത്തം ചെയ്തതായ ഒരു നഗരമുണ്ട്, ഒരു നഗരം. പക്ഷേ നഗരത്തിന്റെ ആ അവകാശത്തെ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ ഉറപ്പിനെ, ആ പ്രോമിസ്, ആ വാഗ്ദത്തത്തെ താൻ അവകാശമാക്കുവാൻ അല്ലെങ്കിൽ കൈവശമാക്കുവാൻ താൻ എവിടെയാ പാർത്തത്? കൂടാരത്തിനകത്താണ്. താൻ കൂടാരത്തിനകത്താണെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറഞ്ഞാൽ, വലിയ സെറ്റപ്പിന് വേണ്ടി ചെറിയ സെറ്റപ്പിൽ ഇരുന്ന് എന്ത് ചെയ്യുക? കാത്തിരിക്കുക. ദീർഘക്ഷമയോടെ കൂടാരത്തിനകത്ത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ദൈവം പറഞ്ഞതായ നഗരം, ദൈവം പറഞ്ഞതായ ദേശം കൈവശമാക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അമ്മ കൂടാരത്തിനകത്താ. ഇന്ന് ഞാൻ ആമേൻ, സ്തോത്രം, വചനത്തിനകത്തുകൂടെ പറയാം. ദൈവം പറഞ്ഞ വാഗ്ദത്തം വലുതാ, പക്ഷേ ആ വലിയ വാഗ്ദത്തെ കൈവശമാക്കണമെന്നുണ്ടെങ്കിൽ കൂടാരത്തിനകത്തിരുന്ന് പ്രാർത്ഥിച്ചോണം. ആമേൻ, സ്തോത്രം. അത് കുടിലാകട്ടെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ചെറിയ ചെറിയ തോതിലുള്ള, ചെറിയ നിലവാരത്തിലുള്ള ആമേൻ, സ്തോത്രം, സിസ്റ്റം ആകട്ടെ, അതല്ല ദൈവത്തിന് വിഷയം. നമ്മൾ ദൈവസന്നിധിയിൽ വലിയ വാഗ്ദത്തത്തിന് വേണ്ടി
വേണ്ടി വിശ്വാസത്തോട് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവത്തിന്റെ വിഷയം. ഇന്ന് പകൽ അവൻ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ സ്തോത്രം. ദൈവം പറഞ്ഞതായ, ദൈവം കൈമാറിയതായ വലിയ മഹത്വകരമായ വാഗ്ദത്തത്തെ കൈവശമാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നാം കൂടാരത്തിൽ പാർക്കേണ്ടതുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കുടിലിനകത്ത് പാർക്കേണ്ടതുണ്ട്. അവൻ ഇന്ന് പകൽ ഇപ്പോഴുള്ള സാഹചര്യം, ഇപ്പോഴുള്ള സിറ്റുവേഷൻ, ഇപ്പോഴുള്ള ഇല്ലായ്മ അതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ മുമ്പിലിരിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഇന്ന് പകൽ വിശ്വാസം തണുത്തു പോകരുത്. നിന്റെ വിശ്വാസം നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെട്ടാൽ, നിന്റെ വിശ്വാസം നിന്റെ കുടിലിനകത്ത് വെളിപ്പെട്ടാൽ, ദൈവം ഒരുക്കിയത് നീ കൈവശമാക്കും അബ്രഹാമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ സ്തോത്രം. നോക്കിക്കേ, കൂടാരത്തിനകത്ത് അബ്രഹാം വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തന്റെ പ്രാർത്ഥന നിർത്തിയില്ല. അബ്രഹാമിനെ പറ്റി നമ്മൾ നോക്കിയ വലിയ പ്രാർത്ഥന വീരനല്ലെങ്കിലും ദൈവത്തിന് യാഗങ്ങളെല്ലാം അർപ്പിച്ചത് ദൈവത്തിന് പ്രസാദകരമായിരുന്നു. താൻ യാഗം അർപ്പിക്കുന്നതിന് മുടക്കം വരുത്തിയില്ല. സ്തോത്രം. അപ്പൊ നോക്കിക്കേ, ദൈവം വച്ചതായ വാഗ്ദത്തം കൈവശമാക്കുവാൻ കൂടാരത്തിനകത്ത്, കുടിലിനകത്ത് പാർക്കുമ്പോഴും തൻ്റെ യാഗം അർപ്പിക്കുന്നതിന് മുടക്കം വന്നിട്ടില്ല. അതെന്തുകൊണ്ടാ? അകത്തുള്ള വിശ്വാസമാണ്, അകത്തുള്ള വിശ്വാസമാണ്, അകത്തുള്ള വിശ്വാസം. ഞാൻ പറയാം ആമേൻ സ്തോത്രം. ഇത് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ്, ആമേൻ കൂടാരത്തിൽ പാർത്താലും കുടിലിനകത്ത് പാർത്താലും വിശ്വാസത്തിനകത്ത് കുറവ് വന്നില്ലെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അവനോട് അറിയിച്ചതായ ദൂത് ആമേൻ സ്തോത്രം പ്രത്യക്ഷമാകും, പ്രത്യക്ഷമാകും. അത് പുറത്തു വരിക തന്നെ ചെയ്യും, അത് പുറത്തു വരിക തന്നെ ചെയ്യും. ഇന്ന് ദൈവമക്കൾ വിശ്വസിക്കുന്നവർ കർത്താവിനെ ഹല്ലേലൂയ അവൻ മഹത്വം കൊടുത്തെന്ന് സ്തുതി കരയേറ്റാമോ? കർത്താവേ, എനിക്ക് കൂടാരത്തിൽ പാർക്കുമ്പോഴും എന്റെ കുടിലിനകത്ത് പാർക്കുമ്പോഴും മാറി മാറി ആമേ കൂടാരം അടിച്ച് ഞാൻ പാർക്കുമ്പോഴും ദേശം മാറി മാറി ഞാൻ വസിക്കേണ്ടി വന്നാലോ എനിക്ക് അങ്ങനെയുള്ള വിശ്വാസം തണുത്തു പോകാതെ അങ്ങ് തന്നതായ ഉറപ്പിനെ എനിക്ക് പ്രാപിക്കാനുള്ള ഒരു കരുത്ത്, ഒരു ഉറപ്പ്, ഒരു ധൈര്യം എനിക്ക് വേണമപ്പാ. ഈ മടുപ്പിക്കുന്നതിനെ വലിച്ചെറിഞ്ഞ്, എന്നെ ക്ഷീണിപ്പിക്കുന്നതിനെ വിട്ടെറിഞ്ഞ് എനിക്ക് അങ്ങയുടെ വാക്കിനെ മുറുകെ പിടിക്കുവാനുള്ള കൃപ എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ദൈവമക്കൾ, യെസ്, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. We praise you Jesus. Hallelujah, hallelujah, hallelujah. ആമേൻ സ്തോത്രം. നോക്കിക്കേ, തന്റെ വിശ്വാസ ജീവിതത്തില് 133-ാമത്തെ വയസ്സിൽ അതാണ് എന്ത് ചെയ്തതാ? വലിയ പരീക്ഷ നേരിട്ട്. എന്ത് പരീക്ഷയാ? നാളുകളായി കിട്ടിയതായ ആമേൻ സ്തോത്രം മകനെ എന്ത് ചെയ്യണം? യാഗം കൊടുത്തോണം. നോക്കിക്കേ, 133-ാമത്തെ വയസ്സിൽ ആമേൻ. അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം വായിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 22-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിലാണ് അബ്രഹാമിനെ പരീക്ഷിക്കുന്ന കാര്യം അവിടെ കാണുന്നത്. അതിൻ്റെ 17-ാമത്തെ 17-19 ഒന്ന് ശബ്ദം ഉയർത്തി വായിച്ച്. ഉൽപ്പത്തി 17-19. സമയം മുമ്പോട്ട് പോകുന്നല്ലോ, നമുക്ക് വേഗം അവസാനിപ്പിക്കാം. ഉൽപ്പത്തി 17 അരുളി ചെയ്തത്. നോക്കിക്കേ, 22-ാം അധ്യായത്തിനകത്ത് യഹോവയായ ദൈവം അബ്രഹാമിനോട് എന്തു പറഞ്ഞു? നിന്റെ മകൻ എന്ത് ചെയ്യണം? യാഗം കഴിച്ചോണം. പക്ഷെ 17-ാം അധ്യായത്തിൽ എന്തു പറയുകയാണ്? നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവൻ ഇസഹാക്ക് എന്ന് പറയുന്നത് പേരിടണം. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എന്റെ നിയമത്തെ നിത്യനിയമമായി ഓർമ്മിപ്പിക്കും. നോക്കിക്കേ, 17-ാം അധ്യായത്തിനകത്തെ യഹോവയായ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തു. എന്താ? നിനക്കൊരു മകൻ ജനിക്കും, ഇസഹാക്ക് എന്ന് പേരിടണം. ഇസഹാക്കിന് പേരിടുക മാത്രമല്ല, നീ ഇസഹാക്കിന്റെ സന്തതിയെയും എന്ത് ചെയ്യും? കാണും. ഈ സന്തതിയെ കാണുമെന്ന് പറഞ്ഞ വാഗ്ദത്തം കിടക്കുമ്പോഴാണ് 22-ാം അധ്യായത്തിൽ ഈ മകനെ യാഗം കഴിച്ചോളാൻ പറയുന്നത്. സ്തോത്രം. ഇതാരുടെ ചങ്കിനകത്തുണ്ട്? സ്തോത്രം. നമ്മുടെ പ്രശ്നം ഇതാ, വാഗ്ദത്തം കിടപ്പുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒന്ന് കേൾക്കുകയോ കാണുകയോ ചെയ്താൽ എന്ത് ചെയ്യും? പഴയതൊക്കെ എവിടെയോ പോയി അല്ലേ? സ്തോത്രം. പഴങ്കഥയായിട്ട് കിടക്കുന്നു. ഈ 17-ാം അധ്യായത്തിനകത്ത് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം ചങ്കിനകത്ത് കിടക്കുമ്പോൾ അമ്മാമേ, യാഗം കഴിക്കാൻ അബ്രഹാമിന് പേടിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. ഇത് വിശ്വാസത്തിന്റെ പുറത്ത് പരിണമിക്കുന്നതാ.
അതുകൊണ്ടാ പറഞ്ഞേ, അപ്പ യാഗമൃഗം എവിടെയെന്ന് പറഞ്ഞപ്പോ 17-ാം അധ്യായത്തിൽ കൊടുത്തതായ വാഗ്ദത്തത്തെ അബ്രഹാം ഓർത്തിട്ട് പറയുക, യഹോവ ഇരേ, കർത്താവ് കരുതിക്കൊള്ളും. ഇന്ന് പകൽ ഞാൻ പറയാ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ കാതുകളിൽ കേട്ടതായ വാഗ്ദത്ത ശബ്ദത്തെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ പരിണമിക്കുവാൻ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ കാത്തിരിക്കുന്നതാണെങ്കിൽ ഇന്ന് വരുന്ന പ്രതിസന്ധിയെ നോക്കി നീ വിലപിക്കേണ്ട ആവശ്യമില്ല, അലമുറയിടേണ്ട ആവശ്യമില്ല, കണ്ണുനീര് തൂവേണ്ട ആവശ്യമില്ല. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാമോ? മോറിയ മലയിൽ യഹോവ കരുതിയ കരുതലുകൾ നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ തലമുറകളുടെ മേൽ, നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ ഇടയായി തീരുമെന്ന് പരിശുദ്ധാത്മാവിന്റെ പകൽ വീണ്ടും തട്ടി ഉണർത്തി ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ ആമേൻ. സമയത്തിന്റെ പരിമിതി മൂലം വേഗം ഞാൻ പോവുക. വായിക്കണ്ട എബ്രായ ലേഖനം 6:12 ഇങ്ങനെ കാണുന്നുണ്ട്. എന്താ? നിങ്ങൾ വിശ്വാസത്തിൽ വായിക്കണ്ട വിശ്വാസത്തിൽ എന്താണ്? മന്ദതയുള്ളവരാകാതെ. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഞാനിങ്ങനെ നോക്കിയിട്ട് അതിന്റെ അർത്ഥം ഞാൻ നോക്കി. അലസമായത്, ഉന്മേഷമില്ലാത്തത്, പ്രവർത്തനരഹിതമായതെന്നൊക്കെ അവിടെ കിടക്കണേ. അപ്പൊ വിശ്വാസത്തിൽ അലക്ഷമായിട്ടുള്ള ഉന്മേഷമില്ലാത്തതായ പ്രവർത്തനരഹിതമായിട്ടുള്ള ഒരു മനോഭാവം ഇതിനകത്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? രക്ഷപ്പെടുവരാ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടത്തില്ല. ആമേൻ സ്തോത്രം. കണ്ണുമടച്ച് വിശ്വസിച്ചോണം. ആമേൻ സ്തോത്രം. എന്താ? എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞത് നിവർത്തീകരിക്കും. ആമേൻ. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞത് പൂർത്തീകരിക്കും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ. നമ്മുടെ കർത്താവ് വാക്കുമാറുന്നവനല്ല. ആമേൻ. വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല, പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല. ഇന്ന് പകൽ പറയുന്നു, നമ്മുടെ വിശ്വാസത്തിനകത്ത് മന്ദത പാടില്ല, ഉന്മേഷക്കുറവ് പാടില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ആമേൻ ആമേൻ. അലസമായ മനോഭാവം പാടില്ല. നമ്മൾ പലപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ അലസമായി നമ്മൾ വന്നിരിക്കാറുണ്ട്. പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകത്തില്ല, ആരാധിക്കാൻ നമ്മൾ തയ്യാറാകത്തില്ല, പാടാൻ നമുക്ക് പാട്ടുപാടാൻ മനസ്സ് വരുത്തില്ല, കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ മനസ്സ് വരുത്തില്ല. അലസമായ മനോഭാവത്താൽ ഇന്ന് പകൽ പറയുന്നു, തൊട്ടുണർത്തി പരിശുദ്ധാത്മാവ് ആമേൻ തിരുവചനത്തിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുക, മന്ദതയുള്ളവരാകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നാം വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ ആമേൻ അനുകാരികളായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരുവാൻ. ആമേൻ. അതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46-ാം വാക്യത്തിൽ സ്തോത്രം അവർ യഹോവയിലെത്തി ശിഷ്യന്മാരോട് ബർത്തിമായ എന്ന കുരുടൻ, ഒരു ഭിക്ഷക്കാരൻ, നമുക്ക് ആ ഭാഗമൊക്കെ നന്നായിട്ട് അറിയാം അല്ലേ? സ്തോത്രം. ബർത്തിമായ എന്ന ഭിക്ഷക്കാരൻ, കുരുടനായ ഭിക്ഷക്കാരൻ. നോക്കിക്കേ, ഈ കുരുടനായ ഭിക്ഷക്കാരൻ യേശു കർത്താവ് ഇങ്ങനെ വരുമ്പോൾ എന്താ അവിടെ വിളിക്കണേ? നസ്രേനായ യേശുവേ എന്ന് കേട്ടിട്ട്. അപ്പം ശ്രദ്ധിച്ചോണേ, പുള്ളി എന്തേ ചെയ്തിട്ടുള്ളൂ? കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. കേട്ടിട്ടേ ഉള്ളൂ, യേശുവിനെ കണ്ടിട്ടില്ല. പക്ഷെ കേട്ടത് താൻ എന്ത് ചെയ്തു? വിശ്വസിച്ചു. സ്തോത്രം. കേട്ടത് താൻ എന്ത് ചെയ്തു? ഈ നമ്മളെങ്ങനെയാ ചിലത് കണ്ടാലും എന്ത് ചെയ്യത്തില്ല? തോമസ് അങ്ങനെയായിരുന്നു അല്ലേ? കണ്ടാലേ നമ്മളും ചില തോമസുമാരാ. ചിലത് കണ്ടാലും വിശ്വസിക്കത്തില്ല, കേട്ടാലും വിശ്വസിക്കത്തില്ല. അപ്പൊ ഞാൻ ഈ കുരുടനെ ഞാൻ വാനോളം ഇങ്ങനെ മനസ്സുകൊണ്ട് പുകഴ്ത്തി. നോക്കിക്കേ, അവരിവരും പറയുന്നത് കേട്ട പരിചയമുള്ളൂ. കേട്ട പരിചയം കൊണ്ട് അടുത്ത് വന്നപ്പോ എന്താ പുള്ളി പറഞ്ഞേ? ദാവീദ് പുത്ര. സ്തോത്രം. തൻ്റെ അകത്തെ പരിണമിച്ച വിശ്വാസം നോക്കിക്കോ മാമേ. ആമേ സ്തോത്രം. എത്രയോ കൂട്ടായ്മയിൽ ദൈവം തന്ന വാഗ്ദത്തങ്ങൾ നമ്മൾ എന്തരെ കേട്ടേക്കുന്നു, പക്ഷെ എത്ര കേട്ടാലും വിശ്വാസമില്ല. പക്ഷെ ഒരിക്കൽ എപ്പോഴൊക്കെയോ കേട്ട കുരുടൻ അവൻ അടുത്തു പോയ യേശുവിനെ ഒറ്റ വിളിക്ക് അവൻ തൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അതാ തൻ്റെ അകത്ത് വെളിപ്പെട്ട വിശ്വാസം എന്ന് പറയുന്നത്. നോക്കിക്കേ, ആമേ സ്തോത്രം ഹല്ലേലൂയ. തൻ്റെ മുമ്പിൽ വന്നതാ യേശുവിനെ എന്ത് ചെയ്തു? സ്തോത്രം. ഈ റോമാലേഖനം വായിക്കണ്ട, 10-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെ കൃത്യമായി കിടക്കുന്നുണ്ട്. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പം വിശ്വാസം കേൾവിയാൽ. ആ കേൾവി എങ്ങനെ വരുന്നു? ക്രിസ്തുവിന്റെ. അപ്പൊ നമ്മൾ ക്രിസ്തുവിന്റെ വചനം കേൾക്കുന്നുണ്ടല്ലേ? കേൾവിയിലൂടെ നമ്മൾ കേട്ടു, പക്ഷെ വിശ്വാസമില്ല. സ്തോത്രം. വചനം നമ്മളോട് ഇടപെടുന്നത് വിശ്വസിക്കാനാണേ. വചനം നമ്മളോട് പറയുന്നത് ഏറ്റെടുക്കാനാണേ.
വചനം പറയുന്നത് നമ്മളോട് നിവർത്തിക്കാനുള്ള പ്രവചനമാണെന്ന്, വെളിപ്പാടാണ്, ദൈവത്തിന്റെ അരുളപ്പാടാണ്, നമ്മുടെ മേലുള്ള ദൈവിക നിയോഗങ്ങളാണെന്ന്. അത് ക്രിസ്തുവിന്റെ വചനമാ. അതിനകത്ത് മായമില്ല, അതിനകത്ത് കലർപ്പില്ല, അതിനകത്ത് വഞ്ചനയില്ല, അതിനകത്ത് കബളിപ്പിക്കലില്ല. നിങ്ങൾ ഇന്ന് കേട്ട ദൈവ ശബ്ദത്തെ ആമേ ഹല്ലേലൂയ ആമേ സ്തോത്രം, കുരുടനായ ആമേ ഭിക്ഷക്കാരൻ ഒരിക്കൽ കേട്ടു, അതിനെ വിശ്വസിച്ചു, അടുത്തു വന്നപ്പോൾ കേറി പിടിച്ചതുപോലെ ഇന്ന് പകൽ കേട്ടതായ തിരുവചനത്തെ നീ കേറി പിടിക്കാൻ തയ്യാറായ, യേശുവിനെ മുറുകെ പിടിക്കാൻ തയ്യാറായ, ചരിത്രത്തെ മാറ്റിയ യേശു നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുക ഇടയാകുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. ആമേൻ. നമ്മൾ കേട്ടത് എന്ത് ചെയ്യും? കാണും. ഒന്ന് പറഞ്ഞേ, ഞാൻ കേട്ടത് കാണാൻ പോവാ. സ്തോത്രം. ഒന്ന് പറ, വിശ്വാസത്തോടെ പറ, ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടത് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പോവുക. അവൻ ഇയ്യോബ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഇന്ന് പകൽ ഉപവാസത്തിലിരിക്കുന്ന ദൈവ പൈതലേ, നീ ഇതുവരെ കേട്ടത് ഞാൻ ഇനി കാണുമെന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചാട്ട് യേശുവിൻ്റെ നാമത്തിൽ അവൻ ഇരുളുകൊണ്ട് അടച്ചു കളഞ്ഞ വിശ്വാസ ഹൃദയത്തെ മുരടിപ്പിച്ച് കളഞ്ഞ ചില ബന്ധങ്ങളിൽ നിന്ന്, ചില കൂട്ടുകെട്ടുകളിൽ നിന്ന്, ചില പിതൃഭവനത്തെ, ചില ചാർച്ചക്കാരെ, ചില കൂടപ്പിറപ്പുകളെ, ചില സഹോദരങ്ങളെ, ആമേൻ ആമേൻ, ഇന്ന് പകൽ അതിനെ ഭേദിച്ച് പുറത്തു വന്ന് മുറുകെ പിടിക്കുവാനുള്ള കൃപ ദൈവജനത്തിന്റെ മേൽ ഇന്ന് പകൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ജീസസ് തന്റെ വിശ്വാസത്തെ കുരുടനായവൻ ദാവീദ് പുത്രാ എന്ന് നിലവിളിച്ചപ്പോൾ പലരും എന്ത് ചെയ്തു? വിശ്വാസത്തെ ശാസിച്ചേ. സ്വതന്ത്രം. പലരും അവിടെ ശാസിച്ചു. നീ മിണ്ടാതെ ഇരിയിടാന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? വായ മൂടാൻ നോക്കി. ഇതാ മുമ്പ് പറഞ്ഞ് അതുമായിട്ട് കണക്ട് കണ്ടോ? സ്തോത്രം. തൻ്റെ വിശ്വാസ അനുസരണ ജീവിതത്തെ നശിപ്പിച്ച് കളയാതെ അബ്രഹാം എന്ത് ചെയ്തു? സ്തോത്രം. ചിലതിനെ ത്യജിച്ചു, ഒരു വേർപാട് പാലിച്ചു. ഇവിടെ അത് തന്നെയാണ്. തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായതായ വിശ്വാസത്തെ വായ് മൂടിക്കളയാൻ എന്ത് ചെയ്തു? പലരും ശ്രമിച്ചു. പക്ഷേ പലരും ശ്രമിച്ചപ്പോൾ കുരുടൻ അവിടെ മിണ്ടാതിരുന്നില്ല, കുരുടൻ അവിടെ മൗനമായിട്ട് ഇരുന്നില്ല. കുരുടൻ എന്ത് ചെയ്തു? ഏറ്റവും അധികം വായ ആരെങ്കിലും മൂടാൻ, വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാൻ ആരെങ്കിലും മുതിർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നുകൊണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാക്ഷ്യമില്ല അല്ലേ, ഒന്ന് പ്രാർത്ഥിക്കാനില്ല, ആരാധന ഒന്നുമില്ല, വരുന്നു വന്നിരിക്കുന്നു, പാസ്റ്റർ എന്ത് പറയുന്നു ഓർത്തോണ്ട് എന്ത് ചെയ്യുന്നു? സ്തോത്രം. തല കാണിച്ചിട്ട് അല്ല. ഇവിടെ കുരുടനെ നമുക്ക് മാതൃകയാക്കണം. വായ മൂടിക്കെട്ടാൻ സകലരും ശാസിച്ചും വായ് പൂട്ടിയും പലതും മൗനമാക്കാൻ നോക്കിയപ്പോ തന്റെ സ്തോത്രം ഹല്ലേലൂയ തന്റെ കണ്ണിനെ അടച്ചു വെക്കാം അല്ലേ? കണ്ണിനെ അടച്ചു വെക്കാം, കാതിനെ അടച്ചു വെക്കാം. പക്ഷെ ഇതിനകത്ത് അനക്കം ഉണ്ടെങ്കിൽ ഇതിനകത്തെ ശബ്ദത്തെ ആർക്കും ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിനകത്ത് വിശ്വാസം ഉരുത്തിരിഞ്ഞ് നിനക്ക് ശബ്ദമുയർത്തി കർത്താവിനെ സേവിക്കാൻ, ആരാധിക്കാൻ, കർത്താവിനോട് നിലവിളിക്കാൻ, പ്രാർത്ഥിക്കാൻ ഒരുക്കമാണെങ്കിൽ നിന്നെ മൂടിക്കെട്ടിയവർ ശ്രമിക്കുന്ന പല പദ്ധതികളെ ഭേദിച്ചുകൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവന്ന് ഒരത്ഭുതമാക്കുക യേശുവിന് കഴിയുമെങ്കിൽ ഇന്ന് പകൽ ഈ തിരുവചനത്തെ നീ വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. യെസ്, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഏറ്റവും അധികം നിലവിളിക്കുക, ഏറ്റവും അധികം പ്രാർത്ഥിക്കുക, ഏറ്റവും അധികം കർത്താവിനോട് അടുത്തു വാ. സ്തോത്രം. അതിന്റെ 52ാമത്തെ വാക്യം എന്താ യേശു പറയണേ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതിനകത്തൊരുവാകുന്ന വിശ്വാസം രക്ഷ ഒരുക്കുന്നതാണ്. അതിന് ഇംഗ്ലീഷ് പരിഭാഷ ആമേൻ സ്തോത്രം, യുവർ ഫെയ്ത്ത് ഹാസ് മേഡ് യു വെൽ എന്ന് പറഞ്ഞാൽ സ്തോത്രം നിന്റെ വിശ്വാസമാണ്, യേശു പറഞ്ഞതാ, നിന്റെ വിശ്വാസമാണ് നിന്നെ സുഖപ്പെടുത്തിയത്, നിന്റെ വിശ്വാസമാണ് നിന്നെ ആരോഗ്യമുള്ളവനാക്കിയത് എന്നാ അവിടെ അർത്ഥം വരുന്നത്. സ്തോത്രം. അപ്പം നമുക്കൊരു സൗഖ്യമോ രക്ഷയോ വിടുതലോ ആരോഗ്യപരമായിട്ടുള്ള നമ്മുടെ ജീവിതം നയിക്കാനായിട്ട് എന്ത് വേണം? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നോക്കിക്കേ, ആമേൻ 49ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ വലിയ രസകരമായ ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാം. ഒന്ന് വായിച്ചതിൻ്റെ 49, ഇപ്പൊ വായിച്ചതിൻ്റെ 49. അപ്പോൾ യേശു നിന്നു. അവന്റെ വിളി കേട്ടപ്പോൾ എന്ത് ചെയ്തു?
യേശു നിന്നു. അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്നവർ പറഞ്ഞ് കുരുടനെ നോക്കിക്കേ. വിളിച്ചപ്പം പുള്ളി എന്തുവായിരുന്നു? കുരുടനായിരുന്നു. മനസ്സിലായോ? വിളിച്ചപ്പോൾ അവൻ കുരുടനായിരുന്നു. പക്ഷെ അതിന് ശേഷമുള്ള കാഴ്ച എന്താ? സ്തോത്രം, അവൻ കാഴ്ച പ്രാപിച്ചവനായി. ഇതാ പറഞ്ഞ, എടാ അകത്ത് വിശ്വാസം ജനിച്ചിട്ട് യേശു വിളിക്കുമ്പോഴും അവൻ ആ വിളി നിന്റെ കാതിൽ കേൾക്കുമ്പോഴും നിന്റെ പ്രസന്റ് സിറ്റുവേഷനിലായിരിക്കും നീ ഇരിക്കുന്നത്. പക്ഷെ അവന്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ, വിശ്വാസത്തോടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ സാഹചര്യം മാറുക. അവൻ അത് ഷിഫ്റ്റ് ആകുക, അതൊരു യു ടേൺ അടിക്കുകയാ. ഇന്ന്